ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ജനുവരി 1-ാം തീയതിയാണ്. അപ്പോൾ തലേ ദിവസത്തെ നമ്മളുടെ 31st ആഘോഷിച്ച വീഡിയോ ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ജനുവരി 1 12 മണി AM ആ ഒരു സമയത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇൻഡസ് വാലിയുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താം. നല്ല മരത്തിൻ്റെ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡിലൊക്കെയുള്ള കാസ്റ്റ് അയൺ ദോശത്തവയാണിത്. ദോശ മാത്രമല്ല, എന്ത് കാര്യങ്ങളും ചപ്പാത്തിയും പത്തിരി എല്ലാം നമുക്കിതിനകത്ത് ഈസി ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റും. നല്ല ഹെവിയാണ്, നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഹാൻഡിൽ നല്ല മരത്തിൻ്റെ നല്ല വലിയ തടിയുള്ള ഹാൻഡിലാണ് കേട്ടോ. ചെറിയ ഹാൻഡിലൊന്നുമല്ല, നല്ല വലിയ ഹാൻഡിലാണ്. അതുകൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് നല്ല ഈസിയാണ് കേട്ടോ. കാരണം ഇത് നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ മരത്തിൻ്റെ ഹാൻഡിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ പൊക്കിയെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മൾക്ക് ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഹെൽത്തി കിച്ചൺ വെയർ ബ്രാൻഡാണ് ദി ഇൻഡസ് വാലി. ഇപ്പം ഞാൻ ഏകദേശം ഒരു 3 വർഷത്തോളം ആയിട്ടുണ്ട് ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ആളുകൾ മേടിച്ചിട്ടുമുണ്ട്. എല്ലാവർക്കും തന്നെ നല്ല അഭിപ്രായമാണ്. അതിൽ വളരെ കുറച്ച് അഭിപ്രായങ്ങൾ മാത്രമാണ് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്കൊക്കെ പറഞ്ഞേക്കുന്നത്. അല്ലാതെ എല്ലാ അഭിപ്രായങ്ങളും വളരെ നല്ലതാണെന്നാണ്. അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പോലെ തന്നെ നമ്മൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇത് നന്നായിട്ട് ചൂടായി നല്ല പുക പൊങ്ങുന്ന രീതിക്കായ മാത്രം നിങ്ങൾ മാവ് ചെറിയ ദോശയായിട്ട് ആദ്യം ഉണ്ടാക്കി നോക്കുക കേട്ടോ. ചിലവർ എനിക്ക് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് ഒട്ടിപ്പിടിക്കുന്നെന്ന്. അത് നിങ്ങൾക്ക് ഇത് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട്. ആദ്യമൊക്കെ എനിക്ക് ഒട്ടിപ്പിടിക്കുമായിരുന്നു, കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ 2-3 വർഷമായിട്ട് ഇതിലേക്ക് എങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലായി. എന്തൊക്കെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നതെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്ന് തന്നെയാണ് നമ്മൾക്ക് ഇനി മുന്നോട്ടുള്ള തലമുറക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം. കാരണം നോൺ സ്റ്റിക്ക് നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. കാരണം നമ്മളുടെ ഫുഡെന്ന് പറയുന്നത് അത്യാവശ്യം ടോക്സിൻ ഫ്രീ ആയിട്ടും 100% സേഫായിട്ടുള്ള ഫുഡാണെങ്കിൽ തന്നെയും നമ്മൾക്ക് നമ്മുടെ അസുഖങ്ങളിൽ നിന്നൊക്കെ ഒരുവിധം മാറി നിൽക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതേ മസാല ദോശ പോലെ നമുക്ക് ഭയങ്കര വലുതായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ എടുത്തിട്ട് പൊങ്ങണില്ല, കാരണം അത്രയും വലിയൊരു ദോശയാണിത്. അത് നമ്മളുടെ ആ ഒരു ചട്ടുകം വെച്ച് തന്നെ എടുത്ത് മാറ്റാൻ പറ്റേണ്ടതില്ല, കാരണം ചട്ടുകത്തിനേലും വലുതാണിത്. അപ്പോൾ അത് എടുത്ത് മാറ്റാനൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളുടെ കൂപ്പൺ കോഡൊക്കെ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലാഡിസ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിച്ചാൽ 12% അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ഇത് ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെയും ഓഫർ നടക്കുന്ന സമയമാണ്. അപ്പോഴും നിങ്ങൾക്ക് വേറെയും ഓഫറുകൾ ഇതിൻ്റെ ഒപ്പം കിട്ടും. അപ്പം ഞാൻ ഇതിൻ്റെ ഒപ്പം കഴിക്കുന്നത് വിന്താലുവച്ചിയാണ്. നമുക്ക് ചിക്കൻ അല്ലെങ്കിൽ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇത് കൂട്ടിയിട്ട് കഴിക്കാം. കാരണം നമുക്ക് സാമ്പാർ, ചട്നി അത് മാത്രമായിട്ട് അങ്ങനെ കഴിക്കാൻ നിർബന്ധമൊന്നുമില്ല. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. പല സ്ഥലങ്ങളിലും പല കറികളാണ് ദോശക്കും ഇഡ്ഡലിക്കും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എനിക്കിഷ്ടം തോന്നിയത് വിന്താല് കൂട്ടിയിട്ട് കഴിക്കാൻ. അതുകൊണ്ട് ഞാൻ വിന്താല് കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ സൈറ്റും പാത്രങ്ങളുടെ ലിങ്കുകളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റീലിൻ്റെ പാത്രങ്ങളും കാസ്റ്റ് അയണും പാത്രങ്ങൾ. അപ്പോൾ അയണിൻ്റെ ഇതുപോലത്തെ ഒരു സ്ക്വയർ തവ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിനേക്കാളും ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി എനിക്ക് ഈ ഒരു കാസ്റ്റ് അയണിൻ്റെ സ്ക്വയർ തവ. കാരണം എപ്പോഴും നല്ല വെയിറ്റുള്ള പാത്രങ്ങളിൽ നമ്മൾ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഫുഡ് അടിക്ക് പിടിക്കാതിരിക്കുന്നതും ഫുഡ് നല്ല രീതിയിൽ ടേസ്റ്റിൽ വെന്ത് വരുന്നതും ഒക്കെ ഇതുപോലെ കട്ടിയുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾക്കിത് ഇൻഡക്ഷനിലും പിന്നെ അതുപോലെ സ്റ്റൗ ടോപ്പിലും നമ്മുടെ വിറകടുപ്പിലെല്ലാം ഇത് യൂസ് ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ഒക്കെ കിച്ചണിൽ ഇതുപോലെ കാസ്റ്റ് അയണും ഒക്കെ പാത്രങ്ങൾ ഇപ്പോൾ ഇല്ലാത്ത അടുക്കളയില്ലെന്ന് വേണം പറയാൻ കേട്ടോ. അതിൽ കൂടുതലും ഇൻഡസ് വാലിയുടെ ഒരുപാട് പ്രൊഡക്ട്സുകൾ ഒരുപാട് വീടുകളിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇനി മേടിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കുറേ പുതിയ പ്രൊഡക്ട്സുകളൊക്കെ വന്നിട്ടുണ്ട്. കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഈ കഴിഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ജനുവരി 1 വെച്ചതല്ല,
ആ വീഡിയോ ഇന്ന് എനിക്കിതിൻ്റെ കൂടെ ഇടേണ്ടി വന്നതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇത് കാണിച്ചതേ ഉള്ളൂ. നമ്മളുടെ ജനുവരി ഫസ്റ്റത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത്. കുറച്ച് വെളുത്തുള്ളി അല്ല കേട്ടോ, സോറി, ഇഞ്ചി ചതച്ചതും ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഈ വാലടി ഉണ്ടല്ലോ നമ്മൾ അന്ന് മേടിച്ചത്, അതിൻ്റെ ഒരു ഭാഗവും കൂടി ഉണ്ടായിരുന്നില്ലേ, അതാണ് ഇപ്പോൾ എടുത്തത്. അത് വെച്ചിട്ട് ഞാൻ നല്ല വെള്ളം 1 ലിറ്ററോളം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണേണ് കുക്കറിൽ തന്നെ. അപ്പോൾ വേഗം തീരുവല്ലാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ വെച്ചത് കാൾഡെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷായിരുന്നു, ഒരു പോർച്ചുഗീസ് ഡിഷ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു വാലടി കൊണ്ട്. പിന്നെ നമ്മൾ ഈ വാലടിയും കൊണ്ട് കഴിഞ്ഞ ക്രിസ്മസിൻ്റെ അന്ന് കപ്പയും എല്ലും കപ്പയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ കാൾഡ് പോലെ തന്നെയുള്ള ഒരു സംഭവമാണ് ഈ സൂപ്പ്. ഇത് നമ്മളുടെ ക്ലിയർ സൂപ്പാണ്, വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത് പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. അതുകൊണ്ട് പപ്പ ഇത് വെച്ചാൽ മതിയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല, മീനൊക്കെ ഭയങ്കര വിലയാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ. അതുകൊണ്ട് നമ്മൾ മീനൊന്നും മേടിച്ചില്ല കേട്ടോ. പിന്നെ പുട്ടിൻ്റെ പൊടിയും അവിടെ നനച്ച് വെച്ച്. അപ്പോൾ നമ്മളുടെ കുക്കർ വിസിലടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു തരി പോലും പുറത്തേക്ക് പോരണില്ല കേട്ടോ. ഈ ഇന്നർ ലിഡ് കുക്കർ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഔട്ടർ ലിഡിനേക്കാളും കുറേ കൂടി ബെറ്റർ ഇന്നർ ലിഡ് കുക്കറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒട്ടും തന്നെ പുറത്തേക്കൊന്നുമില്ല. പിന്നെ സാധനം ഇങ്ങനെ കൂടുതലാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് പുറത്തേക്ക് പോരുന്നത് കേട്ടോ. എങ്കിലും ഇതിനകത്ത് 3/4 ഭാഗത്ത് കൂടുതലുണ്ട് എങ്കിലും പുറത്തേക്ക് പോന്നിട്ടില്ല. അങ്ങനെ ഞാൻ ഏതായാലും ചായക്കും വെള്ളം വെച്ച് പുട്ടുണ്ടാക്കാനുള്ള പുട്ടുകുറ്റിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രോഡക്ട്സ് കംപ്ലീറ്റ് നമ്മൾ ഇൻഡസ് വാലിയുടെ പ്രോഡക്ട്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള 90% കുക്ക് വെയറുകളും ഇൻഡസ് വാലിയുടെ തന്നെയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഡെയിലി അത് യൂസ് ചെയ്യുന്നതാണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ള അടുത്ത പണി എന്ന് പറഞ്ഞാൽ സൂപ്പിൻ്റെ അകത്തേക്ക് നെയ്യ് വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിച്ചിട്ട് അതിനകത്ത് ഇത്തിരി ഉള്ളിയും വേപ്പിലയും കൂടി ഒന്ന് വാട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് സൂപ്പിലേക്ക് ഇടുക, മിക്സ് ചെയ്ത് കഴിക്കുക. അല്ലാതെ വേറെ മസാലകളൊന്നും ഈ സൂപ്പിൽ ചേർക്കില്ല കേട്ടോ. ഇത് ക്ലിയർ സൂപ്പാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയാം. കാരണം നമ്മൾക്ക് ഈ 1-ാം തീയതിയൊക്കെ ഒന്ന് തീരുമാനം എടുക്കാൻ പറ്റിയൊരു കാര്യമാണ്, അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. ചില ആളുകളൊക്കെ മരിക്കണ സമയത്ത് അവരുടെ കുറേ ഉത്തരവാദിത്തങ്ങൾ ബാക്കി വെച്ചിട്ടായിരിക്കും അവർ മരിക്കുന്നത്. അപ്പോൾ ചില പ്രായമായിട്ടായിരിക്കാം ചിലപ്പോൾ മരിക്കണമെങ്കിൽ ഉത്തരവാദിത്തങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് അവർ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്ന പല കാര്യങ്ങളും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കളുടെ അടുത്ത്, ഈ മരിക്കാൻ പോകുന്ന ആൾ മക്കളുടെ അടുത്ത് കയ്യിലൊക്കെ പിടിച്ച് ഇങ്ങനെ അപ്പനെ ചെയ്യാൻ പറ്റാതിരുന്ന കാര്യമാണ്, മക്കളത് ചെയ്യണം. പിന്നെ എൻ്റെ ഒരു മകൾ കല്യാണം കഴിപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ല, അതൊക്കെ ചെയ്യണം, എൻ്റെ കയ്യിലൊന്നുമില്ല, അതൊക്കെ വേണ്ടതൊക്കെ കൊടുത്ത് നിങ്ങൾ അവളെ കല്യാണം കഴിപ്പിച്ച് വിടണം. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ ഏൽപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട്, അതുപോലെ നമ്മളുടെ വീട്ടിലൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുമുണ്ട് അല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് പോകുന്നതിലും നല്ലതല്ലേ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തീർക്കുക എന്നുള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കാം പെട്ടെന്നുള്ള മരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പെട്ടെന്നുള്ള മരണമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വെറും അലസരായി നടന്നിട്ട് അവസാനം പ്രായമായി മരിക്കാൻ പോകുമ്പോൾ ഈ വക കാര്യങ്ങൾ മറ്റുള്ളവർക്കൊരു ബാധ്യതയായിട്ട് കൊടുത്തിട്ട് പോകുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ ചെറുപ്പത്തിലേ മരിച്ചു പോകുന്ന ഒരാൾക്ക് അയാളുടെ മക്കളെ കല്യാണം കഴിപ്പിക്കാനോ ഒന്നും സഹായിച്ചൊന്നും വരില്ല. ഞാൻ അതുമായിട്ടല്ല ബന്ധപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായിട്ട് വെച്ചിട്ടാണ്. പക്ഷേ പപ്പ കഴിക്കാനൊന്നും വന്നിട്ടൊന്നുമില്ല, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത കാര്യം, ഞാൻ ഈ ഫ്രൂട്ട്സ് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞില്ലേ കുറേ പഴകിയ ഫ്രൂട്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് പഴകിയെന്ന് തോന്നിയ സാധനങ്ങളെല്ലാം ഞാൻ സോഡാപ്പൊടി വെള്ളത്തിലേക്ക് ഒന്ന് കഴുകി എടുത്തിട്ട് കട്ട് ചെയ്ത് കഴിക്കാൻ പരുവത്തിൽ റെഡിയാക്കി വെക്കണേ. മറ്റുള്ള ഓറഞ്ചും ആപ്പിള് പോംഗ്രാനൈറ്റ് എല്ലാം ഞാനെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച്, അതൊക്കെ ഫ്രഷാണ്, എല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് കഴിച്ച് തീർക്കേണ്ട കാര്യങ്ങളാണ് ഈ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യണത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ അങ്ങനെ അന്ത്യാഭിലാഷങ്ങൾ മറ്റുള്ള അടുത്ത തലമുറയിലേക്ക് കൊടുത്തിട്ട് പോകുന്ന ആളുകളോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റുന്നതല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തേ തീരുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം എന്ന് പറയുമ്പോൾ അത് കൂടെയുള്ളവർക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള ജീവിതമാണെങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ അവർ സങ്കടപ്പെടുള്ളൂ അല്ലേ, അല്ലെന്നുണ്ടെങ്കിൽ അതൊരു നഷ്ടമായിട്ട് അവർക്ക് തോന്നുള്ളൂ.
ചില ആളുകളുണ്ട് അവർ മരിച്ചാലേ മറ്റുള്ളവർക്ക് ഗുണമുള്ളൂ എന്നുള്ള ആളുകളുണ്ട്. കാരണം എൻ്റെ കാലശേഷം എൻ്റെ സ്വത്തുക്കൾ എൻ്റെ മക്കൾക്ക് എന്ന് പറഞ്ഞു പോയാൽ ഒരിക്കലും ഈ പാരൻസ് മരിക്കല്ലേ എന്ന് ആരും ആഗ്രഹിക്കില്ല. എങ്ങനെയെങ്കിലും ഇവരൊന്ന് ചത്ത് കിട്ടിയാൽ മതി എന്നും നമ്മൾ ആഗ്രഹിച്ചു പോകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം കേട്ടോ. കാരണം മരിച്ചാൽ മാത്രമേ ഗുണമുള്ളൂ എന്ന് ഉള്ള വ്യക്തികളെ മരിക്കാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കും. എന്നാൽ ജീവിച്ചാൽ പ്രയോജനമുള്ള ആളുകളുണ്ട്. ജീവിക്കുന്ന ഓരോ ദിവസവും നമ്മളുടെ സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ ആയിട്ട് ഓരോ നല്ല കാര്യങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർ മരിക്കല്ലേ, അവരെത്ര നാളും ഉണ്ടാകണേ ഭൂമിയിൽ, അവരുടെ ദീർഘായുസ് കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ ഞാൻ ഓർക്കുന്ന ഒരാളാണ് എൻ്റെ ഡോക്ടർ, ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ ഫാത്തിമ എന്ന് പറയും. ഫാത്തിമ ഡോക്ടർ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി നഷ്ടപ്പെട്ടു പോകല്ലേ എന്നെപ്പോഴും കാരണം അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മളെ കെയർ ചെയ്യുന്നൊരു ഡോക്ടർ, അനാവശ്യമായി മരുന്നുകൾ തരാത്തൊരു ഡോക്ടർ. എന്തെങ്കിലും ഒരു അസുഖം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് വേണ്ടാന്ന് തോന്നിയാൽ ഒരിക്കലും മരുന്ന് തരില്ല. മരുന്നൊന്നും വേണ്ട, അത് മാറിക്കോളും, 2 ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. ചില സമയത്ത് ആ പനിയായിട്ട് ഒക്കെ ചെല്ലുമ്പോൾ പറയും മരുന്ന് കഴിച്ചാലും മരുന്ന് കഴിച്ചെങ്കിലും ഒരാഴ്ച കഴിഞ്ഞാൽ മാറുള്ളൂ, അതുകൊണ്ട് എന്തിനാ മരുന്ന് കഴിച്ച് ശരീരം ചീത്തേക്കണത് എന്ന് വരെ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളിങ്ങനെ സംസാരിക്കാറുണ്ട്, ഈ ഡോക്ടറിൻ്റെ കാലം കഴിഞ്ഞു പോയാൽ നമ്മൾക്ക് പിന്നെ ഇതുപോലത്തെ ഒരു ഡോക്ടറിനെ കിട്ടില്ല, വേറെ ഏത് ഡോക്ടറെ അടുത്ത് നമ്മൾ പോകും എന്ന് വരെ ഞങ്ങൾ ചിന്തിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഡോക്ടറാണ് ഞങ്ങളാണ് ആരും ആദ്യം മരിക്കുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഞാനങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഒരാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർ മരിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ അവരെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ അതൊരു സംസാരത്തിലൂടെ ആയാലും കുഴപ്പമില്ല. നമ്മളുടെ ഒരു മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരാളെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ അയാൾ നമുക്ക് ഭയങ്കര സമാധാനമുള്ള വാക്കുകൾ പറഞ്ഞു തന്നാൽ അതും വളരെ വലിയ കാര്യമാണ്. അങ്ങനെയും എനിക്ക് ചില ആളുകളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഞാൻ എപ്പോഴും മനസ്സിൽ ദുഃഖത്തോടു കൂടി ഓർക്കാറുണ്ട്. ഓരോ നിമിഷവും നമ്മൾക്ക് അവരെ മിസ് ചെയ്തുകൊണ്ടിരിക്കുമോ, അവരുണ്ടായിരുന്നെങ്കിൽ ഇപ്പം അങ്ങോട്ട് വിളിച്ച് ചോദിച്ചിരുന്നെങ്കിൽ അതിന് കറക്റ്റ് ഒരു സൊല്യൂഷൻ അവർ പറഞ്ഞു തന്നേനെ, അല്ലെങ്കിൽ നമുക്കൊന്ന് സമാധാനം പറഞ്ഞു തന്നേനെ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് ആഗ്രഹങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇങ്ങനെ ലിസ്റ്റ് കണക്ക് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ പൂർത്തീകരിച്ച കാര്യങ്ങളും നമ്മളുടെ സ്വപ്നങ്ങളും ഒക്കെ പൂർത്തീകരിച്ച ആ ഒരു രേഖകൾ, ആ ഒരു തെളിവ്, ആ സംഭവങ്ങളായിരിക്കണം അടുത്ത തലമുറക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അത് കാണുമ്പോൾ നമ്മളവർ ഓർക്കണം, ഓ ഇതൊക്കെ അവർ നമുക്ക് പൂർത്തിയാക്കി തന്നിട്ട് പോയ കാര്യങ്ങളാണെന്ന് നമ്മളെ കാണുമ്പോൾ ഓർക്കണം. അതിനുവേണ്ടി നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മളുടെ ഡ്യൂട്ടി, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതെല്ലാം സമയാസമയത്ത് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വരുന്ന മരണത്തിന് നമുക്ക് തടയാൻ സാധിക്കില്ല. അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. അല്ലാതെയുള്ള മരണങ്ങളും കാര്യങ്ങളും അപ്പോൾ ആളുകൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയാണ് ഞാൻ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിച്ചതെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് തരുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒരു ചിന്തയുണ്ടാവും. അത് നിങ്ങളുടെ വീട്ടിലൊരു ടോക്കാകും. ഭാവി തലമുറകളിലേക്ക് നമുക്ക് പണികളൊന്നും വെച്ച് കൊടുക്കരുത് എന്നുള്ള ഒരു ചിന്ത നിങ്ങളിലേക്കും വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളുടെ ലഞ്ചിൻ്റെ പരിപാടിയിലേക്കാണ് ഇനി ഞാൻ കടക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കുളിക്കാതെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ചെയ്തത്. അതിനുശേഷം വന്നിട്ട് കുളി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഈ ക്ലീനിങ് ചെയ്യണത് കേട്ടോ. കുറേ നേരമായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ രാത്രി ഒരു 2 മണിയോടടുത്ത് 2 മണി ആകാറായിട്ടുണ്ട് നമ്മൾ കിടന്ന സമയത്ത്. അപ്പോൾ അത്രയും ലേറ്റായിട്ട് കിടന്നുകൊണ്ട് തന്നെ രാവിലെ കൂടെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ട് എഴുന്നേക്കാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ നമുക്ക് അത്യാവശ്യം വലിയ പണികളൊന്നുമില്ല. ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. അതുകൊണ്ട് തലേദിവസം ഒന്നും ഉണ്ടാക്കി ഞാൻ വെച്ചില്ലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കൈയോടെയൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയാണ് പോയിട്ട് ഞാൻ കുളിച്ച് വൃത്തിയായിട്ട് വന്നത്. അപ്പോൾ നോക്കുമ്പോൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ തീർന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പൊടിപ്പിച്ച മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ തീർന്നിട്ടാണ്. അപ്പോൾ ഇനി ഞാൻ പൊടിപ്പിക്കാൻ എനിക്ക് തോന്നിയില്ല. കാരണം നമുക്ക് വളരെ കുറച്ച് മതി മുളകും മല്ലിയൊക്കെ. അതുകൊണ്ട് പാക്കറ്റാണ് മേടിച്ചത് കേട്ടോ. എല്ലാവരും ഉള്ളപ്പോൾ ഈ പാക്കറ്റ് മേടിച്ച് നമുക്ക് വേഗം തീരും. പിന്നെ ആണെങ്കിൽ ചില പാക്കറ്റ് പൊടിക്ക് എരിവുണ്ടാവും, കാശ്മീരി ചില്ലി ആണെങ്കിലും. അപ്പോൾ അതെനിക്കൊരു പ്രശ്നമാണ്.
അത്രയേ ഉള്ളൂ. പക്ഷേ ഇത്തവണ നമുക്ക് ഒട്ടും എരിവില്ലാത്തൊരു മുളക് പൊടിയാണ് കിട്ടിയേക്കുന്നത്, അതുകൊണ്ട് സാരമില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ബീഫ് ഇന്നലെ 2 കിലോ അങ്ങനെ തന്നെ വേവിച്ച് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട്. അത് 2 ഭാഗമായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം ഉപ്പ് എടുത്തിട്ട് ഈ കായിട്ടിട്ട് ഒന്ന് വെക്കാമെന്ന് വെച്ചാൽ നല്ല സൂപ്പറായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇന്ന് വെക്കണത്. വറുത്തരച്ച് വെക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ എൻ്റെ വറുത്തര അത്ര ഒരു ടേസ്റ്റ് ഇല്ല. നമ്മൾ സദ്യയിലൊക്കെ പോയിട്ട് കഴിക്കൂലേ, അത്രയും ഒരു ടേസ്റ്റ് ഒന്നും എൻ്റെ വറുത്തരക്ക് കിട്ടാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ വറുത്തര എന്ന് പറയുന്നത് ഹെൽത്തിന് അത്ര നല്ല കാര്യമല്ല. തേങ്ങ വെറുതെ കറുപ്പിച്ചെടുത്തിട്ട് അത് അത്ര നല്ലതല്ല. അന്നേ പിന്നെ ഇത്തിരി ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് വറുത്തര എടുക്കാം. പക്ഷേ എൻ്റെ വറുത്തരക്ക് വലിയ രുചിയില്ലാത്ത സ്ഥിതിക്ക് വെറുതെ കഷ്ടപ്പെട്ട് വറുത്തരച്ച് വെറുതെ ഹെൽത്തും നശിപ്പിച്ച് വെറുതെ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചുമ്മാ കായും ബീഫും കൂടിയിട്ട് വെക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ വെറുതെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പിലേക്ക് ഇട്ടിട്ടല്ലേ വേവിച്ച് വെച്ചേക്കണത്. അപ്പോൾ വറുത്തരക്ക് വേണ്ടിയിട്ട് വറുത്തരയല്ല, ബീഫും കായും കൂടി വെക്കുമ്പോൾ നമ്മൾ വേവിച്ച ഇറച്ചിടകത്ത് ഇത്തിരി ഗരം മസാല, മുളക് പൊടിയും കൂടിയിട്ട് വേവിച്ചാലും നല്ലതാണ്. ഇപ്പം ഞാൻ അങ്ങനെ വേവിച്ചിട്ടില്ല. ആ സ്ഥിതിക്ക് ഞാൻ മൊത്തം മസാലകൾ ഇപ്പോഴാണ് ചേർക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചേർക്കുന്നത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചേർക്കേണ്ട ഒരു സാധനമാണ്, നല്ല ഫ്ലേവർ കൊടുക്കുന്ന ഒരു സാധനം. അപ്പോൾ പെരിഞ്ജീരകം നന്നായിട്ട് തന്നെ ഇട്ടിട്ട് പിന്നെ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചിയും, സവാളയൊക്കെ കുറച്ച് വഴറ്റിയിടുന്നുണ്ട്. വേവിച്ചിട്ടുണ്ട് ഇട്ടിട്ട്, എങ്കിലും കുറച്ച് വഴറ്റിയിടുന്നുണ്ട്. വേപ്പിലേക്ക് ഇടുന്നുണ്ട്. നാടൻ ബീഫ് കറിയാണ് കേട്ടോ, കായും ബീഫും നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഭയങ്കര ഫ്ലേവർ. ഈ ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകം ഒഴിവാക്കിയേ ചെയ്യരുത്, അത് ഇടണം. അത് ഒന്ന് നിറം മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടിയാണ് കൂടുതൽ, പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒരു പുളിയുള്ള തക്കാളി അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി ഒന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് വെന്ത ബീഫും അതിൻ്റെ ആ സൂപ്പ് കൂട്ടത്തിലുള്ളതും എല്ലാം കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ പച്ചക്കായ അവിടെ ഒന്ന് വേവിച്ച് ആ പശവെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചക്കായ സാധാരണ ഞാൻ ഇതിനകത്തിട്ട് വേവിക്കും, പച്ചക്ക് തന്നെ ഈ ഇറച്ചിയുടെ കൂട്ടത്തിലിട്ട് വേവിക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൊഴുപ്പ് വന്നിട്ട് കട്ട പിടിച്ച പോലെ ആകും. അപ്പോൾ അത് ഇല്ലാണ്ടാകാനായിട്ട് ഞാൻ ഈ പച്ചക്കായയുടെ ആ പശവെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. പച്ചക്കായ ഒരു 3/4 വേവേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ സൂപ്പ് മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇറച്ചി വെന്ത വെള്ളമില്ലേ, അത് മാത്രം ഒഴിച്ചു കൊടുത്താണ്ട് അതിൻ്റെ ആ നെയ്യ് ഒന്ന് മാറ്റിയിട്ട്, അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നെയ്യ് ഇങ്ങനെ കൂടി മുകളിൽ നിൽക്കുമല്ലോ, അപ്പോൾ അതങ്ങോട്ട് മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ നെയ്യ് ഇടാം. പോരായ്മ ഉണ്ടെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കാം. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ കളയണം കണ്ടപ്പോൾ അപ്പം സമ്മതിക്കില്ല കേട്ടോ. അതൊക്കെ ഇട്ടാൽ ടേസ്റ്റ് ഉള്ളതെന്ന് പറയും. പക്ഷേ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇതാണ് ഊറ്റി വെച്ച കായ 3/4 ഭാഗമേ വെന്തിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഈ ഇറച്ചിയും കായും കൂടിയിട്ട് ഒന്നുകൂടി ആ മസാലയുടെ ഗ്രേവിയിൽ കിടന്നിട്ട് ഒന്നായാൽ മാത്രം മതി. കാരണം ഇതിനകത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല, നല്ല തിക്കായിട്ടുള്ളൊരു കറിയായിട്ട് എടുക്കാനാണ്. അപ്പം ഞാൻ ഈ സൂപ്പ് മാത്രമേ അതിനകത്തേക്ക്, ഇറച്ചി വെന്ത വെള്ളം മാത്രമേ അതിനകത്തേക്ക് ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഒന്നെല്ലാം കൂടി ഒന്ന് രുചി പിടിച്ച് വരണവരെ മാത്രം ഉപ്പൊക്കെ നോക്കി ഉപ്പ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ബീഫും കായും റെഡിയാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനകത്ത് നിന്ന് ആകെപ്പാടെ ഒരിത്തിരി മാത്രമേ എടുത്തോളൂ കേട്ടോ. കാരണം പപ്പയെന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതേ ഇല്ല, ഞാൻ മാത്രമാണ് കഴിച്ചത്. ഞാൻ കാലത്ത് പുട്ടും പഴവും കൂടിയിട്ടാണ് കഴിച്ചത്. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ കഴിച്ചുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഉച്ചയായപ്പോഴത്തേക്കും വിശന്നു. പിന്നെ ഏറ്റവും അവസാനം കുറച്ച് വേപ്പില, കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഈ 2 സാധനങ്ങൾ, വേപ്പില, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, വേപ്പില, ഇത് മീതയിൽ തൂവിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യുക, മൂടിയിട്ട് തീ ഓഫ് ചെയ്യുക. നല്ല ഫ്ലേവറാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള കറിയാണ്. അങ്ങനെ അത് ചെയ്ത് പിന്നെ എനിക്ക് വേറെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. കാരണം പപ്പയ്ക്ക് ഉച്ചയ്ക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കായിട്ട് ഞാൻ ക്യാബേജ് തോരനുണ്ടാക്കി ക്യാബേജ് മേടിച്ച് ഫ്രിഡ്ജിൽ ക്രിസ്മസിന് വെച്ചാണ്. അത് ക്രിസ്മസിന് എടുത്തിട്ടില്ല, ഈ ദിവസം വരെ എടുത്തിട്ടില്ല. സാവധാനം ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. കാരണം ആർക്കൊന്നും വേണ്ട. പിന്നെ ഞാനിതൊക്കെ ഉണ്ടാക്കി വെച്ച് പഴകിക്കളയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മളുടെ റൂബിക്കുള്ള ചിക്കനാണ് വേവിച്ചത്. ചിക്കൻ ബ്രസ്റ്റ് മാത്രം ഉണ്ടായിരുന്നത്. അപ്പോൾ അതെടുത്തിട്ട് വേവിച്ചു. അവൾക്ക് ഇത്തിരി എല്ലുള്ളതാണ് ഇഷ്ടം.
അങ്ങനെ അവിടെ പുറത്തിങ്ങനെ ഈ തമിഴ്നാട്ടുകാർ വന്നിട്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളുടെ നാട്ടുകാരുടെ കരോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ ഇവിടെ ഇപ്പം അങ്ങനെ വരാറില്ല കേട്ടോ. കാരണം ഇവിടെ അതിനുള്ള സൗകര്യങ്ങളില്ല, ഭയങ്കര തിരക്കാണ്. പണ്ടൊക്കെ കരോളൊക്കെ നമ്മുടെ വീട്ടിൽ വരുമായിരുന്നു, കുട്ടികളുടെയും വലിയ ആളുകളുടെയും ഒക്കെ കരോൾ വരുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ കരോളിനൊന്നും സ്ഥാനമില്ലാതെ ആയിപ്പോയി. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ കൊച്ചിക്കാരൊരിക്കലും ഈ ജനുവരി 1 ആഘോഷിക്കുന്നില്ല, കാർണിവൽ ആയതിനു ശേഷം ജനുവരി 1 ആഘോഷിക്കുന്നില്ല എന്ന് പറഞ്ഞ കാര്യം അതാണ്. അതൊക്കെ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയി. ആ ചെറിയ പിള്ളേരുടെ പപ്പാഞ്ഞിക്കളി കരോളൊക്കെ വരണതും വലിയ ആളുകളുടെയും കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് വലിയ പാട്ട് മറ്റേ എന്താണ് ടേപ്പ് റെക്കോർഡറൊക്കെ ഇട്ട് പണ്ടത്തെ അങ്ങനെ അതൊക്കെ വെച്ചിട്ട് വരില്ലേ, അങ്ങനത്തെ സംഭവങ്ങൾ അതൊക്കെ പോയി. ഇപ്പോൾ ഒന്നുമില്ല. ചുമ്മാ ഈ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒച്ചപ്പാടും ബഹളവും അതൊക്കെ തന്നെ കേട്ടോ. ആ പഴയതൊക്കെ പോയി, അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അയാൾക്ക് പൈസയൊക്കെ എടുത്ത് കൊടുത്ത് അതിനുശേഷം ഞാൻ ഭക്ഷണം എടുത്ത് വെച്ച് വെറുതെ എടുത്ത് വെച്ചതാണ്. കാരണം പപ്പക്ക് വേണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് ഞാൻ ചൂടാക്കിയില്ല. പപ്പയുടെ പോർക്കിറച്ചിയൊക്കെ ഉണ്ടല്ലോ, പോർക്കും മറ്റേ എല്ല് സൂപ്പൊക്കെ ഇല്ലേ, അതൊന്നും ചൂടാക്കിയിട്ടില്ല. പപ്പ കഴിക്കാൻ വരുമ്പോൾ ചൂടാക്കി കൊടുത്താൽ മതിയല്ല എന്ന് വിചാരിച്ച്. അപ്പോൾ ഉച്ചയ്ക്ക് വേണ്ട വൈകിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ക്രിസ്മസിൻ്റെ ഫുഡ് കഴിക്കണേന് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കട്ട്ലറ്റൊക്കെ ചേർത്തിട്ട് കഴിക്കണം. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ചാറുമുണ്ട്, മോര് ചാറ് തലേദിവസം വെച്ചതൊക്കെ ഉണ്ട്, അതുമൊക്കെ ചേർത്ത്. പിന്നെ പോർക്കൊന്നും ഞാൻ എടുക്കില്ല. അപ്പോൾ അതേ പപ്പ ഇവിടെ ബോധമില്ലാതെ കിടന്നുറങ്ങുന്നുണ്ട്. കാരണം ആ എല്ലൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നെയ്യൊക്കെ കയറിയിട്ട് ആകെ ബോധം പോകും. പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ്. പപ്പയ്ക്ക് ഇഷ്ടമുള്ള ഫുഡായതുകൊണ്ട് പപ്പ വയററിയാതെ കഴിക്കുമെന്ന് വേണം പറയാനായിട്ട്. അത് പപ്പയുടെ അമ്മയും എൻ്റെ അടുത്ത് പണ്ടേ പറഞ്ഞതാണ്. അവന് ഇഷ്ടമുള്ള ഫുഡാണെങ്കിൽ കുഞ്ഞിലേ തന്നെ ഒരുപാട് കഴിക്കും, അത് ഒരു ലിമിറ്റില്ലാതെ കഴിക്കും. എന്നിട്ട് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വയറ് നിറഞ്ഞു പോകാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇഷ്ടമുള്ള ഫുഡൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കഴിക്കും. മിക്കവാറും സ്റ്റൂ, പുട്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാട് കഴിക്കും. ഉച്ചയ്ക്ക് പിന്നെ കഴിക്കില്ല, ആണ്ടും മാറി കിടക്കണേണ്. കാരണം രാത്രി ഉറങ്ങിയിട്ടുമില്ലല്ലോ അധികം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ നമ്മുടെ ബെഡ്ഷീറ്റില്ലേ അന്ന് മേടിച്ചത് ഡബിളാണിത്. ഡബിൾ എന്ന് പറഞ്ഞാൽ 2 ഇത് കിങ് സൈസ് ബെഡ് ഇല്ല, ക്വീൻ സൈസ് ബെഡിന് വേണ്ടിയിട്ടുള്ള ബെഡ്ഷീറ്റാണ്. 2 ക്വീൻ സൈസ് ബെഡിന്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനത് അളവെടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഇല്ലേ ഇതിന് നീളമില്ല ഒട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ നീളമില്ല, സാരമില്ല, ഒരെണ്ണം ഇത്തിരി വലുതായിട്ട് ഒരെണ്ണം ചെറുതായിട്ടും കട്ട് ചെയ്തിട്ട് ഒരെണ്ണത്തിലൊരു പീസ് പിടിപ്പിക്കാമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചെങ്കിലും ഞാൻ വിചാരിച്ച് വേണ്ട, തുല്യമായിട്ട് എന്നെ കട്ട് ചെയ്തിട്ട് 2 എണ്ണത്തേലും ഓരോ തുണി വെച്ച് പീസ് വെച്ചിട്ട് ലെങ്ത് ആക്കാം എന്നൊക്കെ വിചാരിച്ച് വെട്ടണേണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അറ്റത്ത് ബോർഡർ ഉണ്ട്, ആ ബോർഡർ 2 സൈഡിലേക്കും ഇങ്ങനെ കിടക്കും എന്നുള്ള രീതിയിൽ ഞാൻ കട്ട് ചെയ്ത്. അപ്പം നീളമില്ല ഒട്ടും, ഇത് തുണി വെക്കേണ്ടി വരുമെങ്കിലും സാരമില്ല എന്ന് വിചാരിച്ച് തുല്യ അളവിൽ തന്നെ കട്ട് ചെയ്ത്. അത് ഭാഗ്യമായി തുല്യമായിട്ട് കട്ട് ചെയ്തില്ലായിരുന്നു വെച്ചെങ്കിൽ ഇത് അങ്ങനെ തന്നെ പോയാൻ ഈ ബെഡ്ഷീറ്റ്. അവർക്കൊരു തെറ്റും പറ്റിയിട്ടില്ല, എനിക്കാണ് തെറ്റ് പറ്റിയത്. കാരണം ആ ബോർഡർ വന്നത് കാലിൻ്റെയും തലയുടെയും അവിടെ ആയിരുന്നു. ഞാൻ വിചാരിച്ചത് ബോർഡർ 2 സൈഡിലേക്കും ഇങ്ങനെ കവറായി കിടക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ കവറായി കിടക്കുമ്പോൾ നീളമില്ല. അപ്പോൾ ഇതെന്താണാവോ, ഇത് നമ്മളന്ന് എവിടെയാണ് എറണാകുളത്ത് ഞാൻ റോജർ കൂടി പോയില്ലേ, അപ്പം മേടിച്ചതായിരുന്നു ബ്രോഡ്വേന്ന്. അതന്ന് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ നിസ്സാരം, കോട്ടൻ്റെ ഉണ്ടാകും, വളരെ നിസ്സാര വിലയായിരുന്നു. എത്രയോ 300 അങ്ങനെ എന്തോ ആയിരുന്നു ഈ 2 ബെഡ്ഷീറ്റിൻ്റെ വില അത്രയും. അപ്പം ഞാനത് വില കുറവായതുകൊണ്ടാണ് ഇങ്ങനെ പോയത്, നീളമില്ലാതെ പോയെന്നൊക്കെ ഓർത്ത്. പക്ഷേ സംഭവം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഇടേണ്ടിരുന്നത്. ഇങ്ങനെ ഇടുമ്പോൾ ഭയങ്കര നീളമാണ്, അവിടെ ഇവിടെ ഒരുപാട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ ബോർഡർ ഉള്ളിലേക്ക് പോയേക്കണേന്. ശരിക്കും തലഭാഗത്താണല്ലോ നമുക്ക് കൂടുതൽ ഇറക്കി വെക്കണത്. അപ്പോൾ നമുക്ക് താഴേക്ക് വലിച്ച് കറക്റ്റ് ചെയ്യുമ്പോൾ ആയി വരുമല്ലോ. അപ്പോൾ ഇതാണ് ബോർഡർ കേട്ടോ. ഇത് തന്നെ തലഭാഗത്തുണ്ട്, നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് തലഭാഗത്തെ ബോർഡർ പൂർണ്ണമായിട്ടും തന്നെ അകത്തേക്ക് ഫോൾഡായി പോയിട്ടുണ്ട് കേട്ടോ. കണ്ട അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചതുപോലെയല്ല, നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ വിരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ആഘോഷങ്ങളൊക്കെ ഏകദേശം കാർണിവൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ടൈമായി കഴിഞ്ഞ് 3:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കച്ചവടക്കാരെല്ലാം വഴിയിൽ മൊത്തം തിങ്ങി നിൽക്കണേന് കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് ഇനി വരുന്ന സമയത്താണ്, ഈ കാർണിവൽ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ്. അപ്പോൾ അതിനുള്ള കുട്ടികളെ പറ്റിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ. നമ്മുടെ വഴിയിലുമൊക്കെ കച്ചവടം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം ഞാനൊന്ന് നോക്കിയതിന് ശേഷം പിന്നെ ഞാൻ റൂബിയും പോയിട്ട് ഇത്തിരി നേരം ഇന്ന് റെസ്റ്റ് ചെയ്ത് ആ സമയത്ത് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. കാരണം ഉറക്കം
കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. പപ്പയും കുറച്ച് നേരമൊക്കെ എന്തോ പുറത്തൊക്കെ പോയി നിന്ന് നോക്കിയെന്ന് തോന്നുന്നു. അതിനുശേഷം പപ്പയും വന്ന് കിടന്നുറങ്ങി. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ജനുവരി 1. അപ്പോൾ നേരത്തെയുള്ള വർഷങ്ങൾക്ക് മുന്നേ ഉള്ള വീഡിയോ നമ്മുടെ ക്രിസ്മസിൻ്റെയും ജനുവരിയുടെയൊക്കെ വീഡിയോയിൽ എന്തോരം ഫുഡുകൾ വെറൈറ്റിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമില്ല, കഴിക്കാൻ ആളില്ല, അതുകൊണ്ട് നമ്മളൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ നേരത്തെ വീഡിയോയൊക്കെ കണ്ട ആളുകൾക്ക് അറിയാം നമ്മൾ ഒരുപാട് ഫുഡൊക്കെ നേരത്തെ പല വെറൈറ്റിയൊക്കെ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇനി മുന്നോട്ട് റൂബി കുഞ്ഞിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. താങ്ക് യു. എന്താണ് ഇപ്പം അവൻ അവിടെ ഇരിക്കണ പൊന്നാ? അവനവിടെ ഇരിക്കണ പൊന്നാ? അതവിടെ ഇരിക്കണ കണ്ടിട്ട് വന്ന് കുരക്കണേന്ന്. ഇപ്പോഴും പേടി മാറിയിട്ടില്ല. 2 ദിവസമായിട്ട് പേടി മാറുന്നില്ല. എത്തുമോ? അവനെന്താണ് പിന്നെ അവിടെ ഇരിക്കണത്? അവനെന്താണ് അവിടെ ഇരിക്കണത് നമ്മുടെ വീട്ടില്? എന്താണ്ടപ്പാ? ഇവരാണ് ആള്. നമുക്ക് ഇവനെ ശരിയാക്കാവുന്ന. നോക്കിയേ കൊച്ചവനൊന്ന് നോക്കിയേ. അമ്മയുടെ മുത്തൊന്ന് നോക്കിയേ അവനാ. അയ്യോ അതിനിടയിൽ പെട്ടുപോയി. അവൻ വീണുപോയി. വല്ല ഇനി ഓടൂല, അവൻ വീണുപോയി. പൊന്നമ്മ അവൻ വീണ് പോയി. എന്താ അവൻ വീണ്. അവിടെ മുത്തേ